വെൽക്കം ബാക്ക് ഗൈസ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ള ദ ഫാസ്റ്റസ്റ്റ് പൾസർ ആൻഡ് ദ ബിഗ്ഗസ്റ്റ് പൾസർ എവർ NS400Z ആണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഞാനും ഈ വണ്ടി വേണ്ടി ഒരുപാട് വെയിറ്റിംഗ് ആയിരുന്നു. കാരണം നമ്മുടെ തൊട്ടടുത്തുള്ള ഷോറൂമിലൊന്നും വണ്ടി ഇപ്പോൾ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലം സാരഥി ബജാജിലാണ്. അപ്പോൾ നമ്മുടെ NS400Z ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന റൈസിംഗ് റെഡ് എന്ന് പറയുന്ന നമ്മുടെ ഗ്ലോസി റെഡ് വേരിയൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ബ്ലാക്ക് വേരിയൻറ്റും ബാക്കിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പോകാം. നമുക്ക് വണ്ടി നിങ്ങൾ കുറച്ചുപേരൊക്കെ യൂട്യൂബിലേക്ക് വണ്ടിയുടെ വീഡിയോ ഡീറ്റെയിൽഡ് റിവ്യൂ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. എന്തായാലും നമുക്ക് എന്തൊക്കെയാണ് എവിടേക്കാണ് മാറ്റങ്ങൾ, എന്തൊക്കെയാണ് അപ്ഡേറ്റ്സ്, എന്തൊക്കെയാണ് ഇവിടെ ഫീച്ചേഴ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കാം ഗൈസ്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫീച്ചേഴ്സിലോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങുന്ന സമയത്ത് നമുക്ക് N2ലേക്ക് സിമിലർ ആയിട്ടുള്ള ആ ഒരു സെയിം ഹെഡ്ലൈറ്റ്, ആ ഒരു സെയിം ഹെഡ്ലൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, ആ ഒരു DNA എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു ഹെഡ്ലൈറ്റാണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. ഒരു ഫ്ലാഷ് പോലത്തെ ഡിസൈൻ. നമ്മുടെ NS200 കമ്പയർ ചെയ്യുന്ന സമയത്ത് NS200 സിമിലർ ആണ് ഡിസൈൻ. ടാങ്ക് ആയാലും ടൈൽ സെക്ഷൻ ആയാലും അണ്ടർ ബില്ലി ഒരു ഓൾമോസ്റ്റ് ഈ ഒരു സൈഡ് പ്രൊഫൈൽ എന്നൊക്കെ നോക്കുന്ന സമയത്ത് നമ്മുടെ NS200 സിമിലർ ആണ് ഈ ഒരു വണ്ടി. കാരണം ടാങ്കിൻ്റെ ആ ഒരു സൈഡിൽ കുറച്ച് എക്സ്റ്റൻഷനും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ബാക്കിലായാലും ടാങ്കിൻ്റെ സൈഡിലായാലും പിന്നെ ഈ ഒരു നമ്മുടെ റേഡിയേറ്ററിൻ്റെ സൈഡ് രണ്ട് സൈഡിൽ ഗാർഡൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഗാർഡിലാണ് ചെറിയ ഒരു മാറ്റവും കാര്യങ്ങളൊക്കെ ഉള്ളത്. ബാക്കി എല്ലാ ഈ സൈഡ് പ്രൊഫൈലിൽ നോക്കുന്ന സമയത്ത് നമുക്ക് NS200 സിബ്ലിംഗ് ആയിട്ട് തന്നെ കാണാൻ പറ്റും കേട്ടോ. കാരണം ഒരുപാട് ഓൾമോസ്റ്റ് സിമിലർ ആണ് നമ്മൾ NS200 കമ്പയർ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഒരു 400cc ബൈക്ക് നമ്മുടെ ബജാജിൻ്റെ ഭാഗത്ത് നിന്ന് വരാൻ പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ, ഒരു പൾസർ സീരീസിൽ ഒരു 400cc ബൈക്ക് വരാൻ പോകുന്നതെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് എക്സ്പെക്ടേഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഒരു ബിഗ് ബൈക്കാണ് ഞാനടക്കം വിചാരിച്ചിരുന്നത്. ഒരു ബിഗ് ബൈക്ക്, ഒരു പുതിയൊരു ഡിസൈനൊക്കെ വരുമെന്നാണ് വിചാരിച്ചത്. കാരണം നമ്മുടെ 400cc ഇപ്പോൾ ആകെ ഉള്ളത് നമ്മുടെ ഡോമിന 400 മാത്രമാണ്. അവരൊരു പ്രീമിയം സെഗ്മെന്റ് അല്ലെങ്കിൽ പ്രീമിയം ബൈക്ക് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളത് നമ്മുടെ ഡോമിന 400 മാത്രമായിരുന്നു. അപ്പോൾ ആ ഒരു സെയിം എഞ്ചിൻ വെച്ചിട്ട് ആ ഒരു 400cc കാറ്റഗറിയിൽ നമുക്കൊരു പൾസർ സീരീസ് വരാൻ പോകുന്നു എന്നറിഞ്ഞപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു ഡിസൈൻ അല്ല കേട്ടോ ഉദ്ദേശിച്ചത്. ഞാൻ ഒരു പേഴ്സണലി എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ എക്സ്പെക്ട് ചെയ്തിരുന്നതെന്ന് പറയുന്നത് ഒരു ബിഗ് ബൈക്കാണ്. ശരിക്കും ഒരു ഫ്രഷ് ഡിസൈൻ, കുറച്ചുകൂടെ ഒരു പുതിയ ഡിസൈൻ വേണമെന്ന് പേഴ്സണലി ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ നമ്മുടെ NS200 ഏകദേശം ഒരു 90% ഒരു 95% NS200 തന്നെയാണ് ഇൻസ്പയർ ആയിരിക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു ഡിസൈൻ തന്നെയാണ് ഈ ഒരു വണ്ടിയിലോട്ട് അഡോപ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് എവിടേക്കാണ് ചേഞ്ചസ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഡോമിനറിലുള്ള എന്തൊക്കെ ഇതിലുണ്ട്, അല്ലെങ്കിൽ NSലുള്ള എന്തൊക്കെ ഈ ഒരു മോഡലിലുണ്ട് എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ എപ്പോഴത്തെ പോലെ നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങുന്ന സമയത്ത്, നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ ഡോമിനൽ 400 ഉണ്ടാകുന്ന സെയിം സൈഡ് മിറേഴ്സ് ആണ് കേട്ടോ. ആ സെയിം 400 നമുക്ക് കിട്ടിയ ആ സെയിം സൈഡ് മിറേഴ്സ് വരുന്നുണ്ട്. നമ്മുടെ മിറേഴ്സ് കഴിഞ്ഞ് താഴോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ഒരു പുതിയ ഹാൻഡിൽ ബാർ കാണാൻ പറ്റും. നിങ്ങൾ വിചാരിക്കുന്നത് ഡോമിനൽ 400 കണ്ട ആ സെയിം ഹാൻഡിൽ ബാർ ആണെന്ന്. പക്ഷേ അല്ല, കുറച്ചുകൂടെ വൈഡായിട്ടുള്ള ഇതിൻ്റെ ഒരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ ചെറിയൊരു മാറ്റ് ഫിനിഷ് പോലെ, ഒരു ടെക്സ്ചർ പോലെ ഒരു ഫീലൊക്കെ വരുന്നുണ്ട്. സെയിം ഹാൻഡിൽ ബാർ അല്ല, കുറച്ചുകൂടെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഹാൻഡിൽ ബാറാണ് വരുന്നത്. കണ്ടാൽ തന്നെ നേരം കുറച്ചുകൂടെ കംഫർട്ടും തരുന്ന ഒരു ഹാൻഡിൽ ബാർ ആയിരിക്കും കേട്ടോ. കാരണം NSൻ്റെ ഈ ഒരു സെയിം സ്ട്രക്ചറിൽ ഇങ്ങനെ ഒരു ഹാൻഡിൽ ബാർ വരണമെന്ന് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് 200. കാരണം നമ്മൾ 2012 ഇറങ്ങി ആ ഒരു 3 പീസ് ഹാൻഡിൽ ബാർ തന്നെയാണ് നമുക്ക് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ NSൻ്റെ ആ ഒരു സെയിം പെരിമീറ്റർ ഫ്രെയിമും ഈ ഒരു സെയിം ബോഡി സ്ട്രക്ചറിൽ ഇങ്ങനെ ഹാൻഡിൽ ബാർ വരുമ്പോഴത്തേക്കും കംഫർട്ട് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു ബ്രാൻഡ് ന്യൂ ആയിട്ടുള്ള ഹെഡ്ലൈറ്റ് കാണാൻ പറ്റും. ഹെഡ്ലൈറ്റ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ന്യൂ ഡിസൈനാണ്. നമ്മൾ ഇതുവരെ കാണാത്ത എന്ന് ചോദിച്ചാൽ നമ്മുടെ N250 ഏകദേശം ഈ ഒരു ഹെഡ്ലൈറ്റ് കണ്ടിട്ടുണ്ട്. ഈ ഒരു സിംഗിൾ പ്രൊജക്ടർ ഹെഡ്ലാമ്പ് കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ ഒരു സാധനമൊക്കെ പുതിയതാണ്. ഈ ഒരു കവളൊക്കെ നോക്കിയാൽ മനസ്സിലാവും. ഇങ്ങനെ ഒരു ഡിസൈനൊക്കെ നമ്മൾ ബജാജിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ നമുക്ക് അങ്ങനെ കിട്ടാത്ത ഒരു ഡിസൈനാണ് ചെയ്തേക്കുന്നത്. എൻ്റെ ഒരു പേഴ്സണലുള്ള ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് ഹെഡ്ലൈറ്റ് അല്ല. പക്ഷേ വണ്ടി കണ്ട് ഇഷ്ടപ്പെടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. പെട്ടെന്ന് എല്ലാവർക്കും അപ്പീലിംഗ് ആവുന്ന ഒരു ഹെഡ്ലൈറ്റ് അല്ല കേട്ടോ. അപ്പോൾ ഒരു ഫ്രഷ് ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഹെഡ്ലൈറ്റ് ഒന്ന് ഓണാക്കി കാണിച്ചു തരാം. ചാവി ഓണാക്കുന്ന സമയത്ത് നമുക്ക് രണ്ട് സൈഡിലായിട്ട് DRL കാണാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മുടെ ബൈ ഫംഗ്ഷണൽ പ്രൊജക്ടർ ഹെഡ്ലാമ്പാണ് വരുന്നത്. നല്ല വൈഡും നല്ല സ്പ്രെഡും ആയിട്ടുള്ള ഹെഡ്ലൈറ്റ് ആണ് കേട്ടോ വരുന്നത്. കാരണം N250 നമ്മൾ ആ ഒരു പ്രൂവൺ ചെയ്ത ആ ഒരു സെയിം ഹെഡ്ലൈറ്റ് ആണ്. കുറച്ചുകൂടെ ബ്രൈറ്റ് ആണ്, നല്ല സ്പ്രെഡും കാര്യങ്ങളും നൈറ്റിൽ കിട്ടുന്ന ആ ഒരു സെയിം ഹെഡ്ലൈറ്റ് ആണ് ഇതിലും വരുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു സൈഡിലായിട്ട് നമ്മുടെ നമ്പർ പ്ലേറ്റ് ഹോൾഡർ കാണാൻ പറ്റും. താഴോട്ടുമ്പോഴത്തേക്കും നമ്മുടെ ഒരു മഡ് ഗാർഡ്, ടിപ്പിക്കൽ നമ്മൾ NS200 കണ്ട ആ ഒരു സെയിം മഡ് ഗാർഡ് ഇതിൽ വരുന്നുണ്ട്. പിന്നെ വണ്ടിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ 43mm USD ഫോർക്ക് വിത്ത് ഷാമ്പെയിൻ ഗോൾഡ് ആണ്. 43mm USD ഫോർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഡോമിനൽ 400 കണ്ട സെയിം USD ഫോർക്ക് തന്നെയാണ് ഇതിലും അവർ കൊടുത്തേക്കുന്നത്. അതിൽ സിൽവർ കളറാണെങ്കിൽ ഇതിൽ വന്നപ്പോഴത്തേക്കും ഷാമ്പെയിൻ ഗോൾഡ് USD ഫോർക്കാണ്. ഈ ഷാമ്പെയിൻ ഗോൾഡ് USD ഫോർക്ക് നമ്മുടെ N250 N160 നമ്മൾ റിവ്യൂ ചെയ്തപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്ഡേറ്റ് ആയിട്ടുള്ള USD ഫോർക്സ് ആണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ബ്രേക്കിംഗ് സെക്ഷനിലോട്ട് പോകുകയാണെങ്കിൽ 320mm ആണ് ഡിസ്ക് വരുന്നത്. അതും ഡോമിനൽ 400 കണ്ട സെയിം ഡിസൈൻ ഒന്നും അല്ല വരുന്നത്. ഒരു പുതിയ ഡിസൈൻ എന്ന് വേണമെങ്കിൽ കാണാൻ പറ്റുന്നത്. ഈ ഒരു സൈഡിലൊക്കെ ഇതിൻ്റെ ഒരു കട്ടിങ് ഒക്കെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. 320mm തന്നെയാണ്, പക്ഷേ നല്ല കുറച്ചുകൂടെയൊക്കെ ബൈറ്റും കാര്യങ്ങളും കൂട്ടിയിട്ടുണ്ട്. കാരണം ഡോമിനൽ 400 അത്ര വെയിറ്റ് വരുന്നില്ല നമ്മുടെ NS400. അതിലോട്ടൊക്കെ ഞാൻ വരാം. അപ്പോൾ 320mm ഡിസ്ക് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ അലോയ്സ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ NS200 ലേറ്റസ്റ്റ് മോഡൽ NS200 N250 കണ്ട ആ സെയിം അലോയ് തന്നെയാണ് വരുന്നത്.
നമ്മുടെ ഓൾഡ് ജനറേഷൻ NS100ൻ്റെ അലോയ് വീൽസ് ഒന്നും അല്ല, കാരണം കുറച്ചുകൂടെയൊക്കെ ലൈറ്റർ ആയിട്ടുള്ള ആ ഒരു സെയിം അലോയ് നമ്മുടെ NS400 വരുന്നുണ്ട്. പിന്നെ ടയർ സെക്ഷൻ ആയാലും MRF ആണ് വരുന്നത്, 110/70 ഫണ്ട് ടയർ സൈസ് വരുന്നത്. അതും നമുക്ക് 110 സെക്ഷൻ ഡോമിന 400 മാത്രം വരുന്നു ഇതുവരെ കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മുടെ NS100 110 സെക്ഷൻ ടയർ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ടയർ സെക്ഷൻ കഴിഞ്ഞിട്ട് ഈ വണ്ടി സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും സൈഡ് പ്രൊഫൈലാണ് നമുക്ക് NS100 ഒരുപാട് സിമിലാരിറ്റി തോന്നുന്നത്. കാരണം ഈ ഒരു ടാങ്കിൻ്റെ ആ ഒരു ടോപ്പ് പോർഷൻ ആയാലും ടെയിൽ ലൈറ്റ് ആയാലും നമ്മുടെ NS100 സിമിലർ ആണ്, സെയിം തന്നെയാണ്. പിന്നെ അവർ എന്താണ് ചെയ്തേക്കുന്നത് ചോദിച്ചാൽ ഈ ഒരു സൈഡിൽ നിന്ന് കുറച്ചൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ റേഡിയേറ്റർ ഗാർഡിന് ഇവിടെ ഒരു വലിയ പീസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ബൾക്കിനെസ് തോന്നാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ചെയ്തത്. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുവാണെങ്കിൽ ഇതൊരു ഫ്രഷ് ഡിസൈൻ കൊടുക്കാൻ, അല്ലെങ്കിൽ കുറച്ചുകൂടെ ബൾക്കായിട്ടുള്ള നമ്മുടെ ഡോമിനർ 400 ഒരു 400cc ബൈക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 400cc ഡോമിനറൊക്കെയാണ് ബജാജിൻ്റെ ഭാഗത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഡിസൈനിലുള്ള ഒരു 400cc ആയിരിക്കും ഇത് വരാൻ പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അടക്കം എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ NS100 തന്നെ സെയിം ആ ഒരു ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി ആയാലും സെയിം ആണ്. 200-ൽ 12 ലിറ്ററിന് വരുന്നത്, നമ്മുടെ ഡോമിനർ 400-ലായാലും 12 ലിറ്റർ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു സൈഡിൽ നിന്ന് ഈ ഒരു സംഭവം എനിക്ക് കാണാൻ പേഴ്സണലി നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇത് ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിന്ന് ചെറിയത് എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ ഒരു പോർഷനൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡിലായിട്ട് ചെറിയ സ്റ്റിക്കേഴ്സും കാര്യങ്ങളും ഉണ്ട്. ബ്ലാക്ക്, ഇവിടെ ഒരു വൈറ്റ് കാണാൻ പറ്റും, ഇവിടെ ഒരു ഗ്രേ കളറിൽ വലുതായിട്ട് NS എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡ് കാണാൻ ശരിക്കും പറയാൻ നല്ല രസമുണ്ട്. ടു ബി പേഴ്സണൽ എനിക്ക് ഹെഡ്ലൈറ്റിനെ കാട്ടി ഈ ഒരു സെക്ഷൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഈ ഒരു സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്കൊരു ക്രാഷ് കാർഡ് കാണാൻ പറ്റും, ഒരു നോർമൽ ക്രാഷ് കാർഡാണ്. പിന്നെ നമ്മുടെ സെയിം പെരിമീറ്റർ ഫ്രെയിം തന്നെയാണ് വരുന്നത്. NS400-ലായാലും പെരിമീറ്ററാണ്, 200-ലായാലും പെരിമീറ്റർ. അപ്പോൾ അതിന് ചെറിയൊരു ഗ്രേ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ചെറിയൊരു ലൈറ്റ് ഗ്രേ ഷെയ്ഡാണ് കൊടുത്തേക്കുന്ന. അത് കഴിഞ്ഞിട്ട് നമ്മുടെ 400cc ബിഗർ എഞ്ചിൻ കാണാൻ പറ്റും, സെയിം ആസ് നമ്മുടെ ഡോമിനർ 400 സെയിം എഞ്ചിൻ തന്നെയാണ് നമുക്ക് NS400 വന്നേക്കുന്നത്. വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്ന മാക്സിമം പവർ എന്ന് പറയുന്നത് 40 bhp ആണ്, 35 Nm ആണ് മാക്സിമം ടോർക്ക് വരുന്നത്. NS400 ആയിട്ട് അല്ലെ ഡോമിനർ 400 കമ്പയർ ചെയ്യുന്ന സമയത്ത് വണ്ടി കുറച്ചുകൂടെ ഒന്ന് പവർഫുൾ ആണ്. ഒരു ടീത്ത് കൂടുതലാണ് നമ്മുടെ ഡോമിനർ 400 ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്. എൻ്റെ സ്പ്രോക്കറ്റ് കുറച്ച് ഒരു ടീത്ത് കൂടുതലാണ് കേട്ടോ, കാരണം ട്യൂണിങ്ങിലും ചെറിയൊരു വ്യത്യാസമൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ 400-ഉം ഇത് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് വണ്ടി 19 കിലോളം ലൈറ്ററാണ്. ഡോമിനറിൻ്റെ വെയിറ്റ് വരുന്നത് 193 കിലോ ആണ്. പക്ഷേ നമ്മുടെ NS400-ന്റെ വെയിറ്റ് വരുന്നത് 174 കിലോ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ വെയിറ്റ് വൈസ് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ടോപ്പ് എൻഡ് സ്പീഡ്, രണ്ട് വണ്ടിയുടെ ടോപ്പ് എൻഡ് സ്പീഡൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ ഒന്ന് കിക്കറായിട്ട് വണ്ടി ആക്സിലേറ്റ് ചെയ്യാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഭയങ്കര കൂടുതലാണ്. ഇപ്പോൾ നിങ്ങൾ യൂട്യൂബിലുള്ള വീഡിയോസ് കാണുമ്പോഴത്തേക്കും ചിലപ്പോൾ ഡോമിനർ കയറി പോകുന്ന കാണാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള സർവീസും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വണ്ടി ക്വിക്കായിട്ട് സഡൻ ആയിട്ടുള്ള ആക്സിലറേഷനും അല്ലെങ്കിൽ ടോപ്പ് എൻഡ് ജസ്റ്റ് ഒന്ന് കുറച്ചുകൂടെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ വെയിറ്റ് തന്നെയാണ്. ഇത് 20 കിലോയോളം വണ്ടി ലൈറ്ററാണ്. നമ്മൾ ഡോമിനർ 400 കമ്പയർ ചെയ്യുന്ന സമയത്ത് വണ്ടി ഒരു 20 കിലോയോളം അല്ലെങ്കിൽ 19 കിലോയോളം ഡോമിനർ 400 കമ്പയർ ചെയ്യുന്ന സമയത്ത് ലൈറ്ററാണ്. അതിൻ്റെ ഒരു യൂസ് വണ്ടി എന്തായാലും ഉണ്ട്. കാരണം നമ്മുടെ NS100 സെയിം സ്ട്രക്ചറിൽ നമുക്ക് ഒരു 400cc ബിഗ് എഞ്ചിൻ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു സൈഡ് പ്രൊഫൈലിൽ പോകുന്ന സമയത്ത് ഈ ഒരു ചേസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു കൗളൊക്കെ നമ്മുടെ ഈ സൈഡിൽ വരുന്ന ഈ കൗളും കാര്യങ്ങളൊക്കെ ചെറിയൊരു ഡിസൈൻ കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഇങ്ങനെ ഡിസൈൻ 200-ന്റെ സെയിം ഡിസൈൻ തന്നെയാണ് ചെയ്തേക്കുന്നത്. പക്ഷേ ഇവിടെ അതിൻ്റെ ഒരു ഗ്രില്ലും കാര്യങ്ങളൊക്കെ, അതിൻ്റെ എയർ വെൻറ്റും കാര്യങ്ങളൊക്കെ പുതിയൊരു ഡിസൈൻ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ വീണ്ടും സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു സൈഡിലൊക്കെ മൊത്തം ബ്ലാക്ക് ഫിനിഷാണ് വരുന്നത്. ഈ ഒരു പില്ലിയൻ ഫുഡ് റെസ്റ്റും റൈഡർ ഫുഡ് റെസ്റ്റും ഈ ഒരു പോർഷനിലൊക്കെ ഫുള്ളി ഒരു ബ്ലാക്ക് ഫിനിഷാണ് കേട്ടോ വരുന്നത്. പിന്നെ നമ്മുടെ ആ ഒരു ബ്രേക്കിൻ്റെ ഫ്ലൂയിഡ് ക്യാന് കാര്യങ്ങളൊക്കെ ഈ ഒരു 400 കണ്ട ആ ഒരു സെയിം പ്ലേസിൽ തന്നെ ഒരു പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ മോണോഷോ കഴിഞ്ഞ് ബാക്കിലോട്ട് വരുമ്പോഴത്തേക്കും വീണ്ടും അതിൻ്റെ ഈ ഒരു ഫ്ലാപ്പും പുതിയ ഡിസൈനാണ്. പിന്നെ നമ്മുടെ ബാക്കിലത്തെ മഡ് ഫ്ലാപ്പും ഒരു പുതിയ ഡിസൈനാണ് വരുന്നത്. പിന്നെ നമ്മൾ ടയർ സെക്ഷനിലോട്ട് പോകുകയാണെങ്കിൽ നമ്മുടെ MRF-ന്റെ സാപ്പർ തന്നെയാണ് വരുന്നത്. 140/70 തന്നെയാണ് ബാക്ക് ടയർ സൈസ് വരുന്നത്. അതും സെയിം 230mm റിയർ ഡിസ്ക് വരുന്നുണ്ട് വിത്ത് ഡ്യുവൽ ചാനൽ ABS, ഗ്രമിക്കയുടെ കാലിപ്പറും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഹഗ്ഗറിൻ്റെ ആ ഒരു പോർഷനെ കഴിഞ്ഞ് ഈ ഒരു സൈഡിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് NS100 കണ്ട ആ സിമിലർ ആയിട്ടുള്ള ടെയിൽ സെക്ഷൻ തന്നെ വരുന്നത്. ഈ ഒരു ടെയിൽ ലൈറ്റ് ആയാലും നമുക്ക് NS100 കിട്ടിയിരിക്കുന്നത് ആ സെയിം എക്സാക്റ്റ് ആ ഒരു സെയിം ടെയിൽ ലൈറ്റ് ആണ് വരുന്നത്. ഈ ഒരു ഗ്രാബ് റെയിൽ ആയാലും ആ ഒരു സെയിം തന്നെയാണ്. ഈ ഒരു പോർഷനിലൊക്കെ നോക്കുന്ന സമയത്ത് മനസ്സിലാവും നമ്മുടെ NS100 ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷനിൽ കണ്ട ആ ഒരു സെയിം ടെയിൽ സെക്ഷൻ തന്നെയാണ് വരുന്നത്. ആ ഒരു LED ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. ഇവിടെ തന്നെയാണ് നമ്പർ പ്ലേറ്റും ഹോൾഡറും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു സൈഡിലെ ഡിസൈനിലൊക്കെ ചെറിയ വ്യത്യാസമുണ്ട്. പക്ഷേ സൈസും കാര്യങ്ങളും എല്ലാം സിമിലർ ആണ്. നമ്മുടെ NS100 കണ്ട ആ സെയിം സൈസ് തന്നെയാണ് വരുന്നത്. പക്ഷേ ഇവിടെ ഈ ഒരു സൈഡിലൊക്കെ ആയിട്ട് അവർ ഡിസൈനിൽ കുറച്ച് ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഈ ഒരു ടോപ്പ് പോർഷൻ നോക്കുന്ന സമയത്തായാലും നമ്മുടെ പില്ലിയൻ സീറ്റ് ആയാലും റൈഡർ സീറ്റ് ആയാലും സെയിം സിമിലർ ടു NS100 ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ടോപ്പ് പോർഷനിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം ഗൈസ്. അപ്പോൾ നമ്മുടെ ടോപ്പ് പോർഷനിലൂടെ പോകുന്ന സമയത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗ്രാബ് റെയിലും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ആണ് കേട്ടോ. പിന്നെ നമ്മുടെ സീറ്റ് ആയാലും നമ്മുടെ റൈഡർ സീറ്റ് ആയാലും നമ്മുടെ പില്ലിയൻ സീറ്റ് ആയാലും സെയിം ആണ്. പിന്നെ ഈ ഒരു സൈഡിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഡിസൈനിൽ ചെറിയ വ്യത്യാസവും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. പക്ഷേ സൈസ് സെയിം ആണ് കേട്ടോ. നമ്മുടെ NS100 സെയിം സൈസിലാണ് ഈ ഒരു സാധനം ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു പുതിയൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ചെറിയൊരു എയർ വെൻറ്റും അല്ലെങ്കിൽ എയർ ഹോൾ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ഒരു സംഭവം ഇവിടെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലൊന്നും എല്ലാം സിമിലർ ആണ്. ഇനി NS100 കാണുന്ന പോലെ തന്നെ തോന്നുന്നു. NS-ൽ നോക്കുന്ന
നോക്കുന്ന ആ ഒരു സെയിം ഫീൽ തന്നെയാണ് ഇങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത്. ഒരു ഹെഡ്ലൈറ്റ് നോക്കാതെ ഇങ്ങോട്ട് നോക്കുന്ന സമയത്ത് NS ഇരിക്കുന്ന പോലെ തന്നെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. ടിപ്പിക്കലി അവർ കൊടുക്കാറുള്ള ആ ഒരു പൾസറിൻ്റെ ആ ഒരു 3D ബാഡ്ജിങ് ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു നമ്മുടെ ഫ്യൂൽ ടാങ്കിൻ്റെ ക്യാപ്പും കാര്യങ്ങളൊക്കെ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തേക്കുന്നത്. അത് ഭയങ്കര നീറ്റ്ലി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം എവിടെയും ഭയങ്കര ഒരു പെയിൻറ്റ് ജോബ് ആയാലും പാർട്സിൻ്റെ ഒരു കളേഴ്സൊക്കെ ആയാലും ഭയങ്കര ഓവർ ഡൺ ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. വണ്ടി ഒരുപാട് ഓവറായിട്ട് ഫീൽ ചെയ്യുന്നില്ല. നല്ലൊരു ബ്ലാക്ക് ഫിനിഷൊക്കെ ഉള്ളതുകൊണ്ട് നല്ല രസമാണ് കേട്ടോ വണ്ടി കാണാനായിട്ട്. അപ്പോൾ ടാങ്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ചെറിയൊരു ടാങ്ക്, ഒരു 400cc ബൈക്കിലാണ് കയറി ഇരിക്കുന്നതെന്നുള്ള ആ ഒരു ഫീല് ശരിക്കും പറഞ്ഞാൽ തോന്നുന്നില്ല. NS കയറിയിരിക്കുന്ന ആ ഒരു സെയിം ഫീൽ തന്നെയാണ് ഉള്ളത്. പിന്നെ നമ്മുടെ ഈ ഒരു ഹാൻഡിൽ ബാർ ഉണ്ടല്ലോ, ഈ ഒരു ഹാൻഡിൽ ബാർ നമ്മൾ ഈ ഒരു ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ടെക്സ്ചർ ഫീലുള്ള ഹാൻഡിൽ ബാർ എന്ന് പറഞ്ഞത്. പിന്നെ നമ്മുടെ ഫോറിനിൽ കണ്ട സെയിം ഹാൻഡിൽ ബാർ അല്ല ഇത്, കുറച്ചുകൂടെ ഒന്ന് ഫ്ലാറ്റ് ആണ്. ഈ ഒരു സൈഡിൽ നിന്ന് നമ്മുടെ ഈ ഒരു ഡ്യൂക്ക് 390 250 കണ്ട ആ ഒരു സെയിം വിഡ്ത്ത് തോന്നുന്നുണ്ട്. കാരണം എനിക്ക് ഫോറിനിൽ ഈ ഒരു സൈഡിലൊന്നും ഇത്ര ഒരു വിഡ്ത്ത് ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ ഒരു സൈഡിൽ ഒരു ടെക്സ്ചർ, ഒരു മാറ്റ് ഫിനിഷ്, ഒരു ടെക്സ്ചർ ഫീലും കാര്യങ്ങളൊക്കെ ഉണ്ട്. മീറ്റർ കൺസോൾ ഒരു പുതിയ മീറ്ററാണ് വന്നേക്കുന്നത്. അപ്പോൾ ഓണാക്കുന്ന സമയത്തുള്ള ഫീലും കാര്യങ്ങളൊക്കെ ഇതാണ്. നല്ല കളർഫുൾ ആയിട്ടുള്ള ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ ഒരു സെക്കൻഡറി ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലായിരിക്കും നിങ്ങൾക്ക് വാണിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. അതിൽ നമ്മൾ ഇപ്പോൾ പുതിയ സീരീസിൽ അവർ പുതിയൊരു ഈ ഡിജിറ്റൽ മീറ്റർ ഒരു എല്ലാ വണ്ടിയിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ വന്നിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിൽ വരുന്നുണ്ട്. ഗിയർ പുഷ് ഇൻഡിക്കേറ്റർ, നമ്മൾ RPM, ടൈം, ട്രിപ്പ്, ഓടോ, റൈഡിംഗ് മോഡ്സ് വരുന്നുണ്ട് വണ്ടിയിൽ. ഇപ്പോൾ റോഡിലാണ് വണ്ടി കിടക്കുന്നത്. റോഡ്, സ്പോട്ട്, റൈൻ, ഓഫ് റോഡ് എന്നിട്ട് 4 റൈഡിംഗ് മോഡ്സൊക്കെ വരുന്നുണ്ട്. അത് സ്വിച്ച് ചെയ്യാൻ പറ്റും നമുക്ക്. പിന്നെ ഈ ഒരു സൈഡിലായിട്ട് വാണിംഗ് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എഞ്ചിൻ വാണിംഗ്, നമ്മുടെ DRL, ABS, അതിന് ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്. ഒരു സെക്കൻഡറി ഡിസ്പ്ലേ വരുന്നുണ്ട്, വാണിങ്ങും റീഫ്യൂൽ അങ്ങനെയുള്ള കാര്യങ്ങളും. പിന്നെ നമുക്ക് സെറ്റ് ചെയ്യുമ്പോഴത്തേക്കുള്ള ഈ ഒരു സ്വിച്ചിലാണ് നമ്മൾ സെറ്റിങ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതിൽ നിൽക്കുന്ന സമയത്ത് ഈ ഒരു സൈഡിലായിട്ട് അതിൻ്റെ ഒരു കുറച്ചുകൂടെ ഇൻഫർമേറ്റീവുള്ള ട്രിപ്പും കാര്യങ്ങളും കുറച്ചുകൂടെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു വെഹിക്കിൾ ഇൻഫോ, കണക്ടിവിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡിലാണ് കാണിക്കുന്നത്. ഇവിടെയാണ് നമുക്ക് അതിൻ്റെ ഒരു ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. ട്രിപ്പ് ബൈക്ക്, ലാപ്പ് ടൈമർ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ സെറ്റിങ്സ് അതെല്ലാം നമുക്ക് നമ്മൾ കൺട്രോൾ ചെയ്യുന്ന ഈ ഒരു സ്വിച്ചിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സെക്കൻഡറി ഡിസ്പ്ലേ ഈ ഒരു സൈഡിൽ വരുന്നുണ്ട്. ആ ഒരു ഇതിൻ്റെ ഒരു സ്പ്ലിറ്റിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഇത് സെപ്പറേറ്റ് വേറെ ഒരു വണ്ടി ഇങ്ങനെ ഓഫ് ചെയ്ത് വയ്ക്കുന്ന സമയത്ത് അവിടെ ഒരു ചെറിയൊരു നീല പോലെ ഇങ്ങനെ സെപ്പറേറ്റ് നിൽക്കുന്നുണ്ട്. ഇത് ഫുള്ളായിട്ട് അതിൽ തന്നെ ഇങ്ങനെ കൊടുത്താൽ മതിയായിരുന്നു എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. പക്ഷേ ഭയങ്കര വിഷ്വലി ഭയങ്കര അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു മീറ്റർ കൺസോളാണ് ഇവിടെ വരുന്നത്. പിന്നെ നമ്മൾ നോക്കാൻ നേരത്ത് ഒരുവിധം നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള എല്ലാ സീരീസിനും കൊടുക്കാനുള്ള പോലെ നമ്മൾ USB ചാർജിംഗ് പോർട്ട് ഈ ഒരു സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കി പിന്നെ ഈ ഒരു സ്വിച്ചിൽ ഈ ഒരു സൈഡിലോട്ടൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഹസാറിൻ്റെ സ്വിച്ചാണ് ഇവിടെ സെപ്പറേറ്റ് വന്നേക്കുന്നത്. പിന്നെ എഞ്ചിൻ കിൽ സ്വിച്ച് ഓഫും ഓണും, പിന്നെ നമ്മൾ വണ്ടി സെൽഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു റെഡ് ബട്ടണിൽ തന്നെയാണ് കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഹൈ ബീം, ലോ ബീം, പാസ് സ്വിച്ച് എല്ലാം കൂടെ ഒറ്റ സ്വിച്ചാണ് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ ജോയിസ്റ്റിക്ക് മോഡൽ 390 കണ്ട പോലത്തെ സെയിം എന്ന് പറയാൻ പറ്റില്ല, ആ ഒരു മോഡൽ ജോയിസ്റ്റിക്ക് മോഡൽ വരുന്നുണ്ട്. കുറച്ചുകൂടെ ക്വാളിറ്റി ഫീൽ ചെയ്യുന്നു, കുറച്ചുകൂടെ അല്ല ഒരുപാട് ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു സൈഡിൽ നമ്മുടെ ഇൻഡിക്കേറ്റർ, പിന്നെ ഈ സൈഡിൽ ഹോണ്. ലിവേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ലിവേഴ്സ് നമ്മുടെ ക്ലച്ച് ലിവേഴ്സും ബ്രേക്ക് ലിവേഴ്സും അഡ്ജസ്റ്റബിൾ ആണ്. അത് ഡോമിനോ ഫോറണിൽ അഡ്ജസ്റ്റബിൾ റിവേഴ്സ് ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ എനിക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ, എനിക്ക് കറക്റ്റ് അറിയാൻ വയ്യ. പക്ഷേ നമ്മുടെ NS ഫോറണിൽ ഈ ഒരു വേരിയന്റിൽ നമുക്ക് ലിവേഴ്സ് അഡ്ജസ്റ്റബിൾ ആണ്. ക്ലച്ച് ലിവേഴ്സും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, നമ്മുടെ ബ്രേക്ക് ലിവേഴ്സും അഡ്ജസ്റ്റബിൾ ആണ്. ഈ ഒരു സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നോബും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ അതും ഒരു ഭയങ്കര നല്ല അപ്ഡേറ്റ് ആയിട്ട് തോന്നി. ഇതിപ്പോൾ നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു കളർ എന്ന് പറയുന്നത് റൈസിംഗ് റെഡ് എന്ന് പറഞ്ഞിട്ട് കളറാണ്. അപ്പോൾ ഇതിന് കൂടാതെ വേറൊരു ബ്ലാക്ക് വേരിയൻറ്റ് ഈ ഒരു സൈഡിൽ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഒരു ബ്ലാക്ക് വേരിയൻറ്റ് വരുന്നത്. ഈ ഒരു സൈഡിലായിട്ട് കുറച്ച് റെഡും ചെറിയൊരു ലൈറ്റ് ഗ്രേയും നേരത്തെ അതിൽ കൊടുത്തുള്ള സെയിം പോലത്തെ ഗ്രാഫിക്സ് വരുന്നുണ്ട്. പക്ഷേ അതിൽ കളേഴ്സിൽ ചെറിയ ഡിഫറൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മറ്റേ ബ്ലാക്ക് ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഗ്രേ ആയിരുന്നെങ്കിൽ ഈ ഒരു സൈഡിൽ കുറച്ചുകൂടെ ഒന്ന് ലൈറ്റർ ഗ്രേ ആണ് വരുന്നത്. പിന്നെ ഇതിലും സെയിം 43mm USD ഫോർക്കിൻ്റെ ഷാമ്പയിൻ ഗോൾഡ് ആ ഒരു സെയിം കളർ തന്നെയാണ് വരുന്നത്. പിന്നെ കുറച്ചുകൂടെ ബ്ലാക്ക് ഫിനിഷാണ്. ഈ ഒരു സൈഡിൽ ഇങ്ങനത്തെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു സൈഡിൽ ബ്ലാക്ക് വണ്ടി കുറച്ചുകൂടെ ബ്ലാക്ക് ഫിനിഷാണ്. ആ ഒരു സൈഡിലായാലും ടെയിലും ബാക്കി ഈ ഒരു സൈഡ് ഫുള്ള് നമ്മുടെ ചേസിൻ്റെ ആ ഒരു കളർ ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാം ബ്ലാക്ക് ഫിനിഷാണ് കേട്ടോ വരുന്നത്. ഈ ഒരു സൈഡിൽ ഇങ്ങനത്തേക്കാണ് അതിൻ്റെ ഒരു പെയിൻറ്റ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നത്. പെയിൻറ്റ് സ്കീമും കാര്യങ്ങളും എങ്ങനെയായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതൊരു ബ്ലാക്ക് ഫിനിഷാണ്. ഇത് കൂടാതെ വേറൊരു ചെറിയൊരു ഗ്രീനും കൂടെ ഇരിപ്പുണ്ട്, അത് യാർഡിലിരിക്കുകയുണ്ട്. അപ്പോൾ ജസ്റ്റ് വീഡിയോ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ 2 വണ്ടി മാത്രമാണ് ഇപ്പോൾ നമ്മുടെ ഷോറൂമിനകത്ത് ചെയ്തിട്ടുള്ളത്. ഗൈസ്, അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ NS 400Z എന്നുള്ള ഈ ഒരു വേരിയൻറ്റ് നമ്മുടെ റിവ്യൂ കാര്യങ്ങളെന്ന് പറയുന്നത്. നിങ്ങൾ യൂട്യൂബിലൊക്കെ വണ്ടി ഇറങ്ങിയിട്ട് കുറച്ചധികം നാളാവും, നിങ്ങൾ യൂട്യൂബ് വണ്ടിയുടെ റിവ്യൂ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളതായിരിക്കും. പക്ഷേ നമ്മുടെ കേരളത്തിലെ പല ഷോറൂമുകളിലും വണ്ടി നിലവിൽ വന്നിട്ടില്ലായിരുന്നു. നമ്മളെ തൊട്ടടുത്തുള്ള ഷോറൂമിലൊന്നും വണ്ടി ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന കൊല്ലം സാരഥി ബജാജിലാണ്. നമ്മൾ മുമ്പും പല വണ്ടികളും നമുക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ട്. നമ്മുടെ NS 400 അപ്പോൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി തന്നേക്കുന്നത് നമ്മുടെ കൊല്ലം സാരഥി ബജാജാണ്. അപ്പോൾ വണ്ടിയുടെ എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു പ്രൈസ് നമ്മുടെ ഇൻട്രൊഡക്ടറി പ്രൈസാണ്. 1,85,000 വണ്ടിയുടെ ഇപ്പോഴത്തെ എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. അതൊരു കുറച്ച് പീരീഡ് ഓഫ് ടൈമിൽ മാത്രമേ കാണുള്ളൂ. ഈ ഒരു പ്രൈസ് ഹൈക്ക് ആവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് എസ്റ്റിമേറ്റ് ആ ഒരു റേഞ്ചാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. 240, 230, 35 അല്ല 240 ആ ഒരു റേഞ്ച് ആയിരിക്കും വണ്ടിയുടെ ഒരു
ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത്. എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ടറി പ്രൈസായ ഒരു 1.85 1,85,000 അപ്പോൾ എനിക്ക് തോന്നുന്നില്ല വേറൊരു ബ്രാൻഡിന് ഈ ഒരു പ്രൈസിന് ഒരു 400cc ബൈക്ക് ഈ ഒരു പ്രൈസിന് തരാൻ പറ്റുമെന്ന്. വേറൊരു ബൈക്കും അങ്ങനെ വേറൊരു ബ്രാൻഡും അങ്ങനെ തരത്തില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഒരു 400cc ബൈക്ക് വേറൊരു ബ്രാൻഡും കൊടുക്കുന്നതായിട്ട് എൻ്റെ ഒരു അറിവിൽ നിലവിലിപ്പോൾ ഇല്ല. അപ്പോൾ നമ്മുടെ ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 22-23 അടച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇറക്കാൻ പറ്റും. ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെൻ്റ് ആണ് ഞാൻ പറയുന്നത്. 23 ഒരു 23,000 ആയിരിക്കും നമ്മുടെ ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ്, എക്സ്ഷോറും, EMI ഡീറ്റെയിൽസ്, അങ്ങനെയുള്ള ഡൗൺ പേയ്മെൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനുണ്ടെങ്കിൽ നമ്മുടെ സാരഥി ബജാജ് കൊല്ലം നമ്പർ ഞാൻ ഇപ്പോൾ സ്ക്രീനിന് താഴെ കാണിച്ചേക്കാം. ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ NS 400Z എങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും എൻക്വയറി കാര്യങ്ങളുണ്ടെങ്കിൽ ആ നമ്പറായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ചെയ്യുക. നമ്മുടെ വീഡിയോ എങ്ങനെ ഉണ്ടോ എന്നുള്ള കാര്യം മസ്റ്റായിട്ടൊന്ന് കമൻറ്റ് ചെയ്യട്ടെ. കാരണം ഞാൻ ഇങ്ങനെ ഇത്രയും ഒരു ഇതുവരെ ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല. കാരണം ഹെൽമെറ്റിൽ നമ്മുടെ GoPro വെച്ചിട്ടാണ് വണ്ടി ഇങ്ങനെ മൊത്തം റിവ്യൂ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്നൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്തത്. അപ്പോൾ ആ ഒരു ചേഞ്ച് എങ്ങനെ ഉണ്ട്, അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ സ്റ്റൈൽ എങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ പറ്റുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും